കോൺഗ്രസിന്റെ രാഷ്ട്രീയം പ്രത്യേകിച്ച് നേരിടുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ. അങ്ങനെ നിൽക്കുന്ന സങ്കടകരമായ ഒരു അവസ്ഥ, ഒരു സ്ഥിതിവിശേഷത്തെ അല്പസമയമെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഈ വാർത്തയൊക്കെ കുറച്ചൊരു ആൾക്കാർ കണ്ടോളും. കുറച്ച് സമയമെങ്കിലും ആളുകളുടെ മനസ്സിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ മാറും. പിന്നെ എല്ലായിടത്തും ഇങ്ങനത്തെ ലൈംഗിക അരാജകത്വവും അസഭ്യവും ഇതൊക്കെ നടക്കുന്നുണ്ട്. എത്ര മോശമായ ചിന്താഗതിയാണ് കേരള സമൂഹത്തെക്കുറിച്ച്. കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന പ്രതിസന്ധി മറച്ചുപിടിക്കാൻ ആസൂത്രിതമായി നടത്തിയ നീക്കമായാണ് സൈബർ ആക്രമണത്തെ KJ ഷൈൻ കാണുന്നത്. പിന്നിൽ കോൺഗ്രസ് നേതൃത്വമാണെന്ന് ഷൈനും CPM-ഉം ഉറപ്പിക്കുന്നുണ്ട്. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആൾ മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് വരും എന്ന് എന്നോട് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ബാക്കി വായിച്ചെടുത്താൽ മതി. പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ആരോപണങ്ങൾ തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ കരുതിക്കൂട്ടി കൊണ്ടുവന്നതാണെന്ന് KN ഉണ്ണികൃഷ്ണൻ MLA-യും പറയുന്നു. നമ്മുടെ മനോവീര്യം തകർക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. അത് ജനങ്ങളുടെ പിന്തുണയും പാർട്ടിയുടെ സഹായവും ഒക്കെയായി സധൈര്യം സാമൂഹ്യ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വിപുലമായിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്ന സൂചനയും പോലീസ് സംഘം പങ്കുവയ്ക്കുന്നു. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.